ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യുഡിഎഫിനെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. സംസ്ഥാനത്ത് പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫിന്റെ വിജയശതമാനം പിറകിലായി നിൽക്കാറുണ്ടായിരുന്നു. 3-2 ഭൂരിപക്ഷത്തോടെ എൽഡിഎഫ് വിജയിക്കുമ്പോൾ പിന്നിലായിരുന്നു അവരുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത്തവണ എൽഡിഎഫിനൊപ്പം എത്തുക അല്ലെങ്കിൽ നില അല്പം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു യുഡിഎഫിന്റെ ലക്ഷ്യം. എന്നാൽ യുഡിഎഫ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ജനങ്ങൾ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് യുഡിഎഫിനെ വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. 6 കോർപ്പറേഷനുകളിൽ 5 ഭരിച്ചിരുന്ന എൽഡിഎഫ് കേവലം 1 ചുരുങ്ങിയെന്നറിയുമ്പോൾ തിരിച്ചടിയുടെ വ്യാപ്തി എത്രത്തോളം എന്ന് വ്യക്തമാണ്. കേരളത്തിന്റെ നഗരജീവിതത്തിന്റെ ഉദാത്തമായ മാതൃകകളായ ഈ കോർപ്പറേഷനുകൾ ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളങ്ങളായിരുന്നു. അതിൽ കണ്ണൂർ മാത്രമായിരുന്നു കഷ്ടിച്ച് യുഡിഎഫ് നിലനിർത്തിയിരുന്നത്. എന്നാൽ ഇക്കുറി കണ്ണൂരിനൊപ്പം മറ്റ് 3 കോർപ്പറേഷനുകൾ കൂടി യുഡിഎഫ് പിടിച്ചെടുത്തു. തൃശൂരും എറണാകുളവും ഒപ്പം കൊല്ലവും. കൊല്ലത്ത് ഇങ്ങനെ ഒരു അട്ടിമറി വിജയം യുഡിഎഫ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. RSP എന്ന പാർട്ടിക്ക് വലിയ തിരിച്ചുവരവാണ് കൊല്ലത്തുണ്ടായിരിക്കുന്നത്. തൃശൂരിലെയും എറണാകുളത്തെയും വൻ ഭൂരിപക്ഷം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു എന്ന് പറയാം. എറണാകുളം നഗരസഭയിൽ BJP മുന്നേറിയപ്പോഴും CPM പിറകോട്ടുപോയി എന്നതാണ് ശ്രദ്ധേയം. പലരും കരുതിയത് BJP ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് തോൽക്കുമെന്നായിരുന്നു. എന്നാൽ CPMന്റെ അടിത്തറയിലാണ് ഇളക്കം സംഭവിച്ചതെന്ന് ഈ ഫലം തെളിയിക്കുന്നു. യുഡിഎഫിന്റെ ഈ അസാധാരണ വിജയം അടുത്ത പൊതുതെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി CPM വൃത്തങ്ങളിൽ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടർഭരണ സാധ്യതകൾ മങ്ങി എന്ന സത്യമാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് അടുത്ത പൊതു തിരഞ്ഞെടുപ്പിലേക്കുള്ളത്. ഈ ചെറിയ കാലഘട്ടത്തിൽ ഒന്നും ശരിയാക്കിയെടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിയില്ല എന്നവർക്ക് വ്യക്തമായി അറിയാം. കഴിഞ്ഞ തവണ ദുരന്തമുഖങ്ങളിൽ നടത്തിയ ഇടപെടലുകളിലൂടെ പിണറായി വിജയൻ 2ാം തവണയും ഭരണത്തിലെത്തിയെങ്കിലും അധികാരം ലഭിച്ചതോടെ ജനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള വിമർശനങ്ങളും ചില നേതാക്കളുടെ ധാർഷ്ട്യപരമായ സമീപനങ്ങളും പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയായി. സാധാരണ പ്രവർത്തകർക്ക് പോലും പല കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മന്ത്രിമാർ പോലും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് അവരെ ശക്തമായി തിരസ്കരിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് രാഷ്ട്രീയപരമായ വലിയ മാറ്റങ്ങളായിരിക്കും എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും തിരിച്ചറിയേണ്ടതുണ്ട്. താൻ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണെന്ന് പിണറായി വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സമയത്ത് ഗൾഫ് പര്യടനത്തിന് പോയത്. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ CPIM പൊട്ടി തകർന്നു പോയി എന്ന് തന്നെ പറയാം. ഇതിന്റെ രോഷമാണ് MM മണിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഞങ്ങൾ നൽകിയ കിറ്റ് വാങ്ങി തിന്നിട്ട് ഈ പണി കാണിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഖജനാവിലെ പണമെടുത്ത് കിറ്റും പെൻഷനും നൽകിയാൽ തിരിച്ചു വോട്ട് ചെയ്യണം എന്ന CPMന്റെ മനസ്സിലിരിപ്പ് ജനം തിരിച്ചറിഞ്ഞു. LDFന് തുടർഭരണം ഇനി ഉണ്ടാവില്ല എന്നതിന് മറ്റു തെളിവൊന്നും ആവശ്യമില്ല. ഈ കോട്ടക്കൊത്തളങ്ങൾ വീണപ്പോൾ UDFന് ഭരണം ഉറപ്പാണ് എന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു. ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ ഇത്രയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ UDF ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ അവർക്കിടയിൽ തർക്കങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ആരായിരിക്കണം മുഖ്യമന്ത്രി? രമേശ് ചെന്നിത്തല ആയിരിക്കണമോ? VD സതീശനായിരിക്കണമോ? ശശി തരൂർ ആയിരിക്കണമോ? ഇനി KC വേണുഗോപാൽ തന്നെ ആയിരിക്കണമോ? ഈ തർക്കങ്ങൾ കോൺഗ്രസിന്റെ സാധ്യതയെ ഇല്ലാതാക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. എന്നാൽ മറുവശത്ത് CPMൽ ഒരു വലിയ മാറ്റത്തിന് കളമൊരുങ്ങിയിട്ടുമുണ്ട്. ഇതുവരെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പാർട്ടി നേതാക്കൾക്കിടയിൽ അസംതൃപ്തി പുകയുകയാണ്. അടിമകളെ പോലെ നിന്നവർ പോലും ഇനി ശബ്ദമുയർത്തും. ഒടുവിൽ പിണറായിയുടെ ഫോർമുല തെറ്റിയെന്നും പിണറായിസം അവസാനിക്കുന്നുവെന്നും പാർട്ടിക്കാർ തന്നെ തിരിച്ചറിയുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഇതുവരെ പിണറായി ഒതുക്കിയ നേതാക്കളൊക്കെ ഒരുമിച്ച് നിൽക്കാനും സാധ്യത കാണുന്നുണ്ട്. പിണറായിയുടെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള സമയമായി എന്ന് പാർട്ടി സെക്രട്ടറി പോലും സ്വയം തിരിച്ചറിയുന്നുണ്ട്. പിണറായിയെ തന്നെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന മുറവിളിയും ഉയരുന്നുണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ പോലും ഒലിച്ചുപോകാൻ തയ്യാറെടുക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. പിണറായിയിലൂടെ പാർട്ടി അസ്തമിക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയേ മതിയാവൂ എന്ന വാശി പാർട്ടിക്കുള്ളിലും വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തുടർഭരണം ഇനി ഉണ്ടാവില്ല. തുടർച്ചയായി ഭരിക്കാമെന്ന CPMന്റെ വിചാരം അസാധുവായിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് UDFന്റെ കാലമാണ്. ഒപ്പം ശ്രദ്ധേയമായ മുന്നേറ്റം BJPയും കാഴ്ചവെച്ചിരിക്കുന്നു. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം നടക്കാൻ പോകുന്നതിന്റെ രാഷ്ട്രീയ ചിത്രമാണ് കേരളത്തിൽ തെളിഞ്ഞു വരുന്നത്. CPM എന്ന പാർട്ടി അപ്രസക്തമാകാതിരിക്കാൻ നേതൃതലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കൊടുങ്കാറ്റിൽ ഈ പാർട്ടി ഇല്ലാതാകും. പിണറായി ഇതുവരെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന്റെ ഓരോരോ കല്ലുകൾ താഴേക്ക് പതിക്കുകയാണ്.